ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഏഞ്ചൽ വൺ ആപ്പിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒരുപാട് ട്യൂട്ടോറിയൽസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അക്കൗണ്ടൊക്കെ എടുത്ത് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് അക്കൗണ്ട് എടുക്കുന്നവർ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ. വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റ് മാൻഡ് എന്ന സെബി രജിസ്റ്റർഡ് ഫേമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രീ ടെലിഗ്രാം ചാനലാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ടൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. നേരെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുക. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന MTF ഓപ്ഷനാണ്. അതിനായിട്ട് നമ്മൾ ഇങ്ങനെ താഴേക്ക് സ്ക്രോൾ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏറ്റവും മുകളിൽ പോയിട്ടുണ്ട്. അവിടെ IPO കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ വരുന്നുണ്ട്. IPOയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് താഴേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ ETF, അപ്പോൾ ETFൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ IPO, പിന്നെ പേ ലേറ്റർ. ഇതാണ് നമുക്ക് വേണ്ടത്. പേ ലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വാങ്ങാം, പൈസ പിന്നെ കൊടുത്താൽ മതി എന്നുള്ള ഒരു ഓപ്ഷനാണ് പേ ലേറ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ട്രേഡിംഗ് സ്കില്ല് കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് കുറവാ ഉള്ളൂ, അപ്പോൾ ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആ ചെറിയ പൈസയ്ക്ക് നമുക്ക് കൂടുതൽ സാധനം വാങ്ങാനായിട്ട് പറ്റും. അതാണ് പേ ലേറ്റർ. ഞാൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിക്കാൻ നമുക്കിവിടെ കാണാൻ പറ്റും, ബൈ നൗ പേ ലേറ്റർ. അപ്പോൾ ഇന്ന് വാങ്ങുക, ക്യാഷ് പിന്നീട് അടച്ചാൽ മതി എന്നുള്ള ഓപ്ഷൻ. ഇൻക്രീസ് യുവർ ബൈയിങ് പവർ, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാനായിട്ട് സാധിക്കും. 4 ഇരട്ടിയോളം ലീവറേജ് കിട്ടുമെന്നാണ് പറയുന്നത്. 4 ഇരട്ടി എന്ന് വെച്ചാൽ 25,000 രൂപയുണ്ടെങ്കിൽ നമുക്ക് 1,00,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകളിൽ ETF ഫണ്ടും കേട്ടോ ഇത് കിട്ടുക. ഞാനിപ്പോൾ ഒരെണ്ണം കണ്ടത് 5 ഇരട്ടിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്തതായിട്ട് ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം നമുക്ക് ഇൻട്രസ്റ്റ് പോവുക 0.041% ആണ്. അതായത് 4 പൈസ, 100 രൂപയ്ക്ക് 4 പൈസ എന്ന രീതിയിൽ ഡെയിലി ഇൻട്രസ്റ്റ് നമുക്ക് പോകുന്നുണ്ടാവും. ഇയർലി കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 18% ആയിരിക്കും കേട്ടോ അത്. പക്ഷേ ഈ ഒരു വർഷം അങ്ങനെയൊന്നും വെക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു ദിവസം 1% ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് വളരെ മെച്ചമാണ്. കാരണം 4 പൈസയാണ് അതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പോകുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അത്യാവശ്യം ഐഡിയയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇതെടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇല്ലാത്തവർ എടുക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ടെസ്റ്റ് ചെയ്യാനും ശീലിക്കാനും ഒക്കെ വേണമെങ്കിൽ എടുത്തു നോക്കാം എന്ന് മാത്രം. ഇനി ഞാൻ ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് കൊടുക്കാം. കൊടുക്കുന്നതിന് മുമ്പേ നമുക്ക് താഴേക്കൊന്ന് പോകാം. കുറച്ച് ഡീറ്റെയിലും കൂടി ഇവിടെയുണ്ട്. ആദ്യത്തേത് വാട്ട് ഈസ് MTF എന്താണ്? മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി അലൗസ് യൂസേഴ്സ് ടു ബോറോ ഫണ്ട്സ് ടു ഇൻക്രീസ് ദെയർ ട്രേഡിംഗ് കപ്പാസിറ്റി ഇൻ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. അതായത് നമ്മുടെ ഫണ്ട് 25,000 രൂപയാണ്. MTF ഫണ്ട് 1,00,000 രൂപ കിട്ടും. അപ്പോൾ ടോട്ടൽ 1.25 ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ടോട്ടൽ 1 ഒന്നല്ല, ടോട്ടൽ 1.25 നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒരുപാടുണ്ട്. MTF വീഡിയോസ് ഒരുപാട് ഉണ്ട്. ഏഞ്ചൽ വണ്ണിൽ തന്നെ കാണാൻ പറ്റും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, ബാക്ക് അടിക്കുന്നു. ഇനി MTF വാച്ച് ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ റിലയൻസ് ആണ് മേടിക്കുന്നതെങ്കിൽ 27% മാത്രം പേ ചെയ്താൽ മതിയാവും. TCS 27%, HDFC ബാങ്ക് 27%. ഇത് നിഫ്റ്റി 50ലെ സ്റ്റോക്കുകളാണ്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇവിടെ കാണാൻ പറ്റും. ഇനി പോപ്പുലർ ഉണ്ട്, അത് പോപ്പുലർ സ്റ്റോക്കുകളാണ്. യുവർ MTF നമുക്ക് വാച്ച് ലിസ്റ്റിൽ MTFകൾ ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആഡ് സ്റ്റോക്ക്, ഇങ്ങനെ വാച്ച് ലിസ്റ്റിൽ MTF ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ സ്റ്റോക്കുകൾക്കൊക്കെ എത്രയുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ വെറുതെ ഒരു ETF, ഇപ്പോൾ വളരെ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത്. റിസ്ക് ഉണ്ട്, ഇല്ല എന്നല്ല, എന്നാലും ആ റിസ്കിൻ്റെ ഇടയിലും ഒരു ചെറിയൊരു പ്രോഫിറ്റബിലിറ്റി കൂടുന്ന ഒരു സ്ട്രാറ്റജി. അത് നിഫ്റ്റി ബീസ് എന്ന് പറയുന്ന ഈ ഒരു ETF ആണ്, നിഫ്റ്റി ബീസ്. അപ്പോൾ ഇതിൽ ബൈയിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തു. 1 ടൈം ഓർ SIP എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ 1 ടൈം എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇത് കണ്ടോ, പേ ലേറ്റർ എന്ന ഭാഗത്ത് ഇവിടെ നോക്കിയാൽ പേ ലേറ്റർ എത്ര ഇരട്ടിയാണ്? 5 ഇരട്ടി. ഇൻട്രാഡേയിൽ വരെ അത് 5 ഇരട്ടിയേ കിട്ടുന്നുള്ളൂ അല്ലേ. ഇൻട്രാഡേയിൽ ഇപ്പോൾ മാക്സിമം ഒരു സ്റ്റോക്കിന് 5 ഇരട്ടിയാണ് കിട്ടുള്ളൂ. എന്നാൽ പേ ലേറ്റർ എന്ന് പറയുന്ന ഇവിടെ നമുക്ക് 5 ഇരട്ടി കിട്ടും. അപ്പോൾ ഇത് വെച്ച് ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡറിൽ പോയാൽ നമുക്കത് കാണാൻ പറ്റും. പൊസിഷനിലുണ്ട് കേട്ടോ, പൊസിഷനിലുണ്ട്. ഓൾറെഡി അത് ഇപ്പോൾ ലാഭത്തിലാണ് പോകുന്നത്. നിഫ്റ്റി ബീസ് ആണ് പർച്ചേസ് ചെയ്തത്. 829 ക്വാണ്ടിറ്റി ഉണ്ട്. എൻ്റെ കയ്യിൽ ക്യാഷ് അന്നേരം വളരെ 45,000 രൂപ കണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ 2,00,000 സംതിങ് 27,000 അങ്ങനെ കണ്ട് വരുന്നുണ്ട്. 45,000 രൂപയ്ക്ക് വളരെ കുറച്ചാൽ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2,00,000 സംതിങ്ങിന് ഞാൻ ഇത് മേടിച്ചു, നിഫ്റ്റി ബീസ് മേടിച്ചു. നിഫ്റ്റി ബീസാണ് മാർക്കറ്റുമായിട്ട്
അതായത് നിഫ്റ്റി 50യുമായിട്ട് വളരെ ബന്ധപ്പെട്ട വളരെ അടുത്ത് നിൽക്കുന്നതാണ്. നമ്മൾ SIP പോലെ മേടിക്കുന്ന സംഭവം കണ്ടില്ലേ, മോൺക് MONQ50. ഇത് എല്ലാ ദിവസവും 6 എണ്ണം SIP ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് MTF ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. മേടിക്കുന്ന മനസ്സിലായല്ലോ, ഞാനത് ഒന്നും കൂടെ കാണിക്കാം മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ വാച്ച് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഉണ്ട്, താഴെയാണ് വാച്ച് ലിസ്റ്റ് കേട്ടോ. അതാ ഈ ഭാഗത്ത് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളിതാ ഈ സെർച്ച് ബാറിൽ ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ നിഫ്റ്റി ബീസ്ന്നോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് വാങ്ങാൻ ആവശ്യമുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 50 കൊടുക്കാം കേട്ടോ, നെക്സ്റ്റ് 50. അപ്പോൾ നമുക്ക് താഴെ നെക്സ്റ്റ് 50യുടെ കുറേ സംഭവങ്ങൾ വരും. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ നെക്സ്റ്റ് 50 ഏറ്റവും ലാസ്റ്റത്തെ മിറായി അസറ്റ്, അത് BSE ആണ്. NSE എടുക്കാം. ദാ ഈ ഒരു നെക്സ്റ്റ് 50 എടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബൈ കൊടുക്കുന്നു. 1 ടൈം ഓർ SIP 1 ടൈം കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് വിൽക്കുന്നില്ല, കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യാനാണെങ്കിൽ ഡെലിവറി കൊടുക്കുക കേട്ടോ. ഇനി ഇൻട്രാഡേ ഉണ്ട്. ഇന്ന് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കണം. ഇൻട്രാഡേ ആകുമ്പോൾ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കണം. അതാണ് ഇൻട്രാഡേ. ഇപ്പോൾ ഡെലിവറിയിൽ വാങ്ങിയിട്ട് നിങ്ങളത് ഇന്ന് തന്നെ വിറ്റാലും കുഴപ്പമൊന്നുമില്ല, ആരും തലവെട്ടി കളയൊന്നുമില്ല. ഡെലിവറി വാങ്ങിയിട്ട് ഇന്ന് തന്നെ വിൽക്കാം. പിന്നെ ഇൻട്രാഡേക്ക് 5 ഇരട്ടി ലീവറേജ് കിട്ടും. പക്ഷേ ഈ നെക്സ്റ്റ് 50ക്ക് അതില്ല. നെക്സ്റ്റ് 50ക്ക് ആ 5 ഇരട്ടി കിട്ടില്ല. അപ്പോൾ ഞാൻ 5 ഇരട്ടി കിട്ടുന്ന ഒരു സ്റ്റോക്ക് എടുക്കാം. നല്ല സ്റ്റോക്കുകൾക്ക് മിക്ക സ്റ്റോക്കുകൾക്കും കിട്ടും. ഞാൻ റിലയൻസ് തന്നെ എടുത്തേക്കാം. റിലയൻസ് എടുത്തു, ക്ലിക്ക് ചെയ്തു, ബൈ കൊടുത്തു. ഇത് കണ്ടോ, റിലയൻസ് 3 ഇരട്ടി ലീവറേജ് നമുക്ക് കിട്ടും. 3 ഇരട്ടി ലീവറേജ് കിട്ടും. പേ ലേറ്റർ ഡെലിവറി ആണ്. ഇപ്പോൾ ഈ ഡെലിവറിയിൽ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ വിൽക്കാം, അല്ലെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. ഇൻട്രാഡേയിൽ കണ്ടില്ല 5 ഇരട്ടി കിട്ടും. ഇൻട്രാഡേയിൽ 5 ഇരട്ടി നമുക്ക് വാങ്ങാൻ പറ്റും. പേ ലേറ്ററിൽ നമുക്ക് 3 ഇരട്ടി വാങ്ങാൻ പറ്റും. പേ ലേറ്റർ നമുക്ക് ഇന്ന് വാങ്ങിയിട്ട് എത്ര നാൾ കഴിഞ്ഞും വിൽക്കാം. പക്ഷേ ഒരു കാര്യം ചെയ്യണം, ഇന്ന് 4:15 മുതൽ വൈകുന്നേരം 9 മണിക്കുള്ളിൽ ഈ സ്റ്റോക്ക് പ്ലെഡ്ജ് ചെയ്തിരിക്കണം. 4 ദിവസം ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ പ്ലെഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. 4 ദിവസത്തിന് മുകളിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഈ സംഭവം എന്ത് ചെയ്യണം, 4:15 മുതൽ 9 മണിക്കുള്ളിൽ പ്ലെഡ്ജ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ നാളെ വിൽക്കാനാണെങ്കിൽ ഇന്ന് പ്ലെഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ പ്ലെഡ്ജ് ചെയ്താൽ മതി. പ്ലെഡ്ജ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ 4 ദിവസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാൻ ഇത് പ്ലെഡ്ജ് ചെയ്യണം. പ്ലെഡ്ജ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും വാട്സപ്പിലേക്ക് വരും. നിങ്ങൾ ഏഞ്ചിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വെച്ചാൽ വാട്സപ്പിലേക്ക് വരും, അല്ലെങ്കിൽ ഇമെയിലായിട്ട് വരും, അല്ലെങ്കിൽ ഇവിടെ തന്നെയുണ്ട്, നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ തന്നെ പ്ലെഡ്ജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒന്ന് നോക്കിയാൽ കാണാം. ഇനിയിപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണോ നിങ്ങൾക്ക് വാങ്ങാൻ ആവശ്യമുള്ള നമ്പർ, ഇവിടെ നമുക്ക് മാക്സിമം എത്ര ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട്. 6 ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും. കാരണം ഞാനിപ്പോൾ മാക്സിമം 45,000 രൂപ ഉണ്ടായിരുന്നതിൽ 2.25 ലക്ഷം രൂപയുടെ മുകളിൽ നിഫ്റ്റി ബീസ് വാങ്ങിയിട്ടുണ്ട്. ഈ മാർജിൻ എടുത്തിട്ടാണ് വാങ്ങി. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഇല്ല, വളരെ കുറവാണ്. എന്നാൽ പോലും എത്രയോ 2000 കണ്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് 6 ഷെയർ നമുക്ക് വാങ്ങാം. അപ്പോൾ ആ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഇപ്പം തന്നെ വാങ്ങണമെങ്കിൽ ഈ മാർക്കറ്റ് ഓർഡർ കൊടുക്കുക കേട്ടോ. ലിമിറ്റ് ഓർഡർ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രൈസ് വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റിലുള്ള പ്രൈസിന് വേണമെങ്കിൽ മാർക്കറ്റ് ഓർഡർ കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ബൈ ഓർഡർ കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അയ്യോ, ഓർഡർ പോവുകയോ എക്സിക്യൂട്ട് ആവുകയും ചെയ്തു. ഞാനത് വാങ്ങണ്ട എന്ന് കരുതിയിരുന്നതാണ്. അപ്പോൾ ഓർഡർ പോവുകയും എക്സിക്യൂട്ട്, അപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഓർഡർ പോയി, അത് എക്സിക്യൂട്ടും ആയി. അപ്പോൾ എക്സിക്യൂട്ടഡ്. റിലയൻസ് നമുക്കിവിടെ 6 ഷെയറുകൾ നമ്മളിവിടെ വാങ്ങിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനത് ഒഴിവാക്കാൻ പോവാണ്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആവശ്യമില്ല. അത് നമ്മുടെ പൊസിഷനിൽ പോയിട്ടാണ് ഒഴിവാക്കുന്നത്. പൊസിഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതാ ഇവിടെ ആ ഷെയർ കാണാം. എക്സിറ്റ് കൊടുക്കുന്നു, മാർക്കറ്റ് കൊടുക്കുന്നു, എക്സിറ്റ്. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് അത് കാണിക്കാൻ വേണ്ടി ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും ആയതാണ്. ഇപ്പോൾ ഓർഡറിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. പൊസിഷനിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ നഷ്ടവും വന്ന് കാണും. നമുക്ക് കാണാം ₹1.80 നഷ്ടം വന്നു. ആ നഷ്ടത്തിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ MTF ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ട്യൂട്ടോറിയൽസ് ഒരുപാട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. കൂടെ നമുക്ക് മറ്റ് വീഡിയോകളും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.